പ്രിയമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോൺസൺ പറമ്പേട്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥൻ്റെ ഒരു ഉപമ യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിരാവിലെ ജോലി ആരംഭിച്ചപ്പോൾ മുതൽ വന്ന ജോലിക്കാർക്കും അതിനുശേഷം 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും ജോലി അവസാനിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രം 11-ാം മണിക്കൂറിലും വന്ന ജോലിക്കാർക്കും 1 ധനാറ് എന്ന ഒരേ വേതനം കൊടുക്കുന്ന വീട്ടുടമസ്ഥൻ്റെ ഉപമയാണ് യേശുക്രിസ്തു നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വീട്ടുടമസ്ഥൻ തൻ്റെ ഭൃത്യന്മാരോട് വിവേചനം കാട്ടുന്നതായി നമുക്ക് തോന്നിയേക്കാം. ഒരു ദിവസത്തിൻ്റെ മുഴുവൻ അധ്വാനവും ചെയ്തവരെയും ജോലി അവസാനിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രം വന്നവരെയും തുല്യരാക്കി എന്നുള്ളതാണ് നാം അതിൽ കാണുന്ന വിവേചനം. തീർച്ചയായും ഇത് ഒരു അനീതിയായി നമുക്ക് തോന്നും. എന്നാൽ ഈ വീട്ടുടമസ്ഥൻ തനിക്കെതിരെ പിറുപിറുത്ത ഭൃത്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങളോട് ഒരു അനീതിയും കാണിച്ചിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞുറപ്പിച്ച 1 ധനാറ് എന്ന കൂലി ഞാൻ നിങ്ങൾക്ക് നൽകി. പിന്നെ ജോലി ആരംഭിച്ചതിന് ശേഷം വന്ന മറ്റു ഭൃത്യന്മാർക്ക് അവർക്കും 1 ധനാറ് ഞാൻ കൊടുത്തെങ്കിൽ അതിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഞാൻ യാതൊന്നും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ നീതികേട് കാട്ടിയെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഈ ഉപമയിലെ യജമാനൻ തൻ്റെ ഭൃത്യന്മാരോട് അനീതി കാട്ടി എന്ന് നമുക്ക് തോന്നുന്ന അതേ രീതിയിൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും നാം നമ്മുടെ തൊഴിൽ സംസ്കാരത്തെ ഒന്ന് അപഗ്രഥിച്ചാൽ പല രീതിയിലുള്ള അനീതിയും നമ്മുടെ തൊഴിലിടങ്ങളിൽ നടക്കുന്നില്ലേ എന്ന് നാം ന്യായമായും സംശയിച്ചു പോകും. കാരണം നമ്മുടെ പാടത്തും പറമ്പിലും രാവന്തിയോളം വെയിലും മഴയും മഞ്ഞും കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന് വളരെ തുച്ഛമായ ഒരു കൂലി നൽകുകയും എന്നാൽ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് യാതൊരു ശാരീരിക അധ്വാനവും ഇല്ലാത്തവർക്ക് ശാരീരിക അധ്വാനം കൂടിയ ജോലിയുടെ 10 മടങ്ങ് വേതനം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത് അനീതിയല്ലേ എന്ന് നാം ന്യായമായി ചോദിച്ചു പോകും. ഒരാളുടെ അധ്വാനത്തിന് അനുസൃതമായല്ലേ അയാൾക്ക് വേതനം നൽകേണ്ടത് എന്ന് നാം ന്യായമായും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നാൽ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച വേതനം ജോലിക്ക് ശേഷം നൽകുന്നു എന്നുള്ളതിനാൽ തന്നെ ഇവിടെ അധ്വാനം കൂടിയ ജോലിക്ക് നൽകുന്ന വേതനം തുച്ഛമാണെങ്കിൽ പോലും അത് അനീതിയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. കൂടിയ വേതനം കിട്ടുന്നവരോട് കുറഞ്ഞ വേതനം കിട്ടുന്നവർക്കുള്ള അസൂയയാണ് യഥാർത്ഥത്തിൽ ഇപ്രകാരം ഒരു അനീതി അവരിൽ ആരോപിക്കപ്പെടുവാൻ അവരെ നിർബന്ധിതരാക്കുന്നത്. ഏതൊരു ജോലിക്കും ന്യായമായ കൂലി ആ ജോലി ചെയ്യുന്നവൻ്റെ അവകാശമാണ്. കൂലി പറഞ്ഞുറപ്പിച്ചതിന് ശേഷം ജോലിയിൽ വ്യാപൃതനാകുന്ന ആ വ്യക്തിക്ക് പറഞ്ഞുറപ്പിച്ച കൂലിക്ക് മാത്രമേ അർഹതയുള്ളൂ. അതിനാൽ തന്നെ തന്നേക്കാൾ അധ്വാനം കുറഞ്ഞവർക്ക് തനിക്ക് ലഭിക്കുന്ന കൂലിയേക്കാൾ കൂടിയ വേതനം ലഭിക്കുന്നു എന്ന് പരാതിപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുതന്നെയാണ് യേശുക്രിസ്തു ഇവിടെ പഠിപ്പിച്ച ഈ ഉപമയിലും ആ യജമാനൻ നമ്മോട് പറഞ്ഞു തരുന്നത്. ഓരോ ജോലിക്കും അതാതിൻ്റെ കൂലി ലഭിക്കും എന്ന് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിനാൽ തന്നെ നാം ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ കൂലി നമുക്ക് ലഭിക്കുന്നു എന്നതിൽ നാം ആശ്വസിക്കുകയേ നിർവാഹമുള്ളൂ. എന്നാൽ ജോലി ചെയ്തതിന് ശേഷം കൂലി കൊടുക്കാതിരിക്കുക എന്നുള്ളത് തീർച്ചയായും അനീതി തന്നെയാണ്. അടിമസമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ അടിമകളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ അവർക്ക് കൂലി നൽകില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം തന്നെയാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നത്.
കൂലിയായി അടിമകൾക്ക് പണം നൽകിയിരുന്നില്ല എങ്കിൽ പോലും അവർക്ക് ഭക്ഷണമെങ്കിലും അവർ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലമായി അവർക്ക് നൽകിയിരുന്നു. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒരേ ജോലിക്ക് പല രീതിയിലുള്ള കൂലിയാണ് ലഭിക്കുന്നത്. കേരളത്തിൽ സാമാന്യ ഭേദപ്പെട്ട നല്ല കൂലി ലഭിക്കുമെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന കൂലിയുടെ 1/4 കൂലി പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിദരിദ്രമായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും അവർ ജോലി ചെയ്യുന്നതിന് അനുസൃതമായി ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഒരു കൂലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കൂലി നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ 1924 പോലും നമ്മുടെ നാട്ടിൽ കേരള സംസ്ഥാനത്ത് ജോലി ചെയ്യിച്ചിട്ട് 1 രൂപ പോലും കൂലി കൊടുക്കാതിരിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാം ആരും വിശ്വസിക്കുകയില്ല. ഏതെങ്കിലും ഒരു തൊഴിലുടമ തൻ്റെ തൊഴിലാളിയെ കൊണ്ട് ജോലി ചെയ്യിച്ചതിന് ശേഷം അയാൾക്ക് കൂലി കൊടുക്കാൻ വിസമ്മതിച്ചാൽ നമ്മുടെ നാട്ടിൽ എന്താവും പുകില് എന്ന് നാം പറയേണ്ടതില്ലല്ലോ. എന്നാൽ 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 1 മാസവുമല്ല, 1 വർഷവുമല്ല, വർഷങ്ങളായി ജോലി ചെയ്യിച്ചതിന് ശേഷം ഒരു ചില്ലിക്കാശ് പോലും കൂലി കൊടുക്കാത്ത തൊഴിലുടമ നമ്മുടെ ഈ കേരളത്തിൽ ഈ 2024 ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവുമോ? എന്നാൽ അങ്ങനെയുള്ള തൊഴിലുടമ നമ്മുടെ ഈ കേരളത്തിൽ ഇന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജോലി ചെയ്തതിന് ശേഷം അയാൾക്ക് കൂലി കൊടുക്കുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുവാനും ആ തൊഴിലാളിക്ക് ആ വേതനം കൃത്യമായി വാങ്ങിക്കൊടുക്കുവാനും അധികാരപ്പെട്ട ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് ഈ തൊഴിലുടമ എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. വർഷങ്ങളായി ജോലി ചെയ്യിച്ചിട്ട് കൂലി കൊടുക്കാതിരിക്കുക എന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. 6-7 വർഷം ജോലി ചെയ്തിട്ടും 1 രൂപ പോലും കൂലിയായി ലഭിക്കാതെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് യുവജനങ്ങൾ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. 6-7-8 വർഷമായി 1 രൂപ പോലും ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന അധ്യാപകർ നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളത് നാം പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു വസ്തുതയാണ്. ജോലി ചെയ്താൽ അതിൻ്റെ ന്യായമായ കൂലി കൊടുക്കുക എന്നുള്ളത് സാമാന്യ നീതിയാണ്. അത് എത്ര ചെറിയൊരു തുകയാണെങ്കിൽ പോലും ഒരു ജോലി ചെയ്താൽ അതിന് പ്രതിഫലം നൽകേണ്ടതായിട്ടുണ്ട്. 6-7-8 വർഷമായി ഒരു ജില്ലിക്കാശ് പോലും ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് യുവജനങ്ങൾ അവരെങ്ങനെയാണ് അവരുടെ അന്നന്ന് വേണ്ട കാര്യങ്ങൾ നടത്തിവിടുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടിൽ നിന്നും വളരെ അകലെയുള്ള ഏതെങ്കിലും സ്കൂളിലായിരിക്കും ഇവർക്ക് നിയമനം കിട്ടിയിരിക്കുക. നല്ലൊരു തുക ബസ് കൂലി കൊടുത്ത് വേണം ഇവർ ജോലി ചെയ്യുന്ന സ്കൂളിലെത്തുക. ബസ്സിന് പോയി വരാൻ സാധിക്കാത്തവർ അവിടെ മുറി വാടകയ്ക്കെടുത്ത് വേണം അവിടെ താമസിക്കുവാൻ. അവരുടെ ഭക്ഷണ ചെലവുകൾ നടക്കണം. അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു ചെറിയ തുക പോലും അവർക്ക് പ്രതിഫലമായി നൽകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അവരോട് ചെയ്യുന്ന വലിയ അനീതി തന്നെയാണിത്. അതും വർഷങ്ങളോളം ഒരു ജില്ലിക്കാശ് പോലും ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യിക്കുക എന്നുള്ളത് അങ്ങേയറ്റം അനീതി തന്നെയാണ്. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ഓരോ ദിവസവും മുന്നോട്ട് തള്ളി നീക്കുന്നത്. എല്ലാ മാസവും 1-ാം തീയതി കൂടെ ജോലി ചെയ്യുന്നവർ കൈ നിറയെ ശമ്പളം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ 1 രൂപ പോലും
ശമ്പളമില്ലാത്ത ഇവരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. യഥാർത്ഥത്തിൽ വർഷങ്ങളോളം ശമ്പളം കൊടുക്കാതെ ഈ യുവജനങ്ങളെ ഗവൺമെൻറ് മാനസികമായി ടോർച്ചർ ചെയ്യുകയാണ് എന്നുള്ളതാണ് വാസ്തവം. നാം എല്ലാവരും ജോലി ചെയ്യുന്നത് നമ്മുടെ ജീവസന്ധാരണത്തിനുള്ള വക കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്രകാരം ഒരു ജോലി എടുക്കുന്ന ഈ യുവജനങ്ങൾ 6-7 വർഷം ഒരു ചില്ലിക്കാശ് പോലും ശമ്പളം കിട്ടാതെ ജീവിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി നിങ്ങളുടെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടത്തിൽ നിലവിളിയായി എത്തിയിരിക്കുന്നു. ജോലി ചെയ്യിച്ചതിന് ശേഷം അവരുടെ കൂലി കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ തീർച്ചയായും ദൈവകോപം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൻ്റെ അനുരണനങ്ങൾ തീർച്ചയായും നമുക്ക് നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരും കൂടി അനുഭവിക്കേണ്ടതായും വരും. നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ അവനവൻ്റെ അന്നന്നത്തെ കൂലി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണമെന്ന് ദൈവം നിഷ്കർഷിച്ചിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ കൂലിക്കാരൻ്റെ വേതനം കൊടുക്കുവാൻ പിറ്റേ ദിവസം രാവിലെ വരെ കാത്തിരിക്കരുത് എന്നും ദൈവം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഒരാളെ കൊണ്ട് ജോലി ചെയ്യിച്ചതിന് ശേഷം അയാളുടെ ഒരു ദിവസത്തെ കൂലി പോലും നിഷേധിക്കുന്നത് അങ്ങേയറ്റം നീതി നിഷേധമാണെങ്കിൽ, ഒരാളെ കൊണ്ട് വർഷങ്ങളോളം ജോലി ചെയ്യിച്ചതിന് ശേഷവും അയാളുടെ കൂലി കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് അങ്ങേയറ്റം അനീതി തന്നെയാണ്. ഇതൊന്നോ രണ്ടോ പേരുടെ കാര്യമല്ല, കേരള സംസ്ഥാനത്തെ ആയിരക്കണക്കിന് യുവജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദിവസം ശമ്പളം വൈകിയാൽ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത എത്ര വലുതാണെന്ന് നമുക്കറിയാം. ഒരു ദിവസം പെൻഷൻ കിട്ടാൻ താമസിച്ചാൽ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത എത്ര വലുതാണെന്ന് നമുക്കറിയാം. KSRTC ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും താമസിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാണെന്ന് നാം എല്ലാം നേരിട്ട് അനുഭവിക്കുന്നതാണ്. എങ്കിൽ ഈ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് യുവജനങ്ങൾ വർഷങ്ങളായി ഒരു ചില്ലിക്കാശ് പോലും ശമ്പളം കിട്ടാതെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ തീർച്ചയായും നാം അതിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ? നാം ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അടിമകളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ പോലും അവർക്ക് വേതനമായി ഭക്ഷണമെങ്കിലും നൽകാറുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കാനുള്ള ചില്ലിക്കാശ് പോലും കൊടുക്കാതെ വർഷങ്ങളോളം ആയിരക്കണക്കിന് യുവാക്കളെ കൊണ്ട് ഇവിടെ അടിമവേലയേക്കാൾ അധമമായ രീതിയിൽ ഇവിടെ ജോലി ചെയ്യിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ചെവിയുള്ളവൻ കേൾക്കണം, കണ്ണുള്ളവൻ കാണുകയും ചെയ്യണം, ഹൃദയമുള്ളവൻ പ്രതികരിക്കുകയും വേണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.